സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നും ഞാൻ പറയാൻ പോകുന്നത് ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസ് തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നും പറയുന്ന പോലെ പറയുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എത്ര സഹോദരന്മാരുണ്ട് എന്നിങ്ങനെ ചോദിക്കുക. ഹൗ മെനി ബ്രദേഴ്സ് ഹാവ് യു? നിങ്ങൾക്ക് എത്ര സഹോദരന്മാർ ഉണ്ട്? ഹൗ മെനി ബ്രദേഴ്സ് ഹാവ് യു? നിങ്ങൾക്ക് എത്ര സഹോദരന്മാർ ഉണ്ട്? ഹൗ മെനി ബ്രദേഴ്സ് ഹാവ് യു? നിങ്ങൾക്ക് എത്ര സഹോദരന്മാർ ഉണ്ട്? ഹൗ മെനി ബ്രദേഴ്സ് ഹാവ് യു? നിങ്ങൾക്ക് എത്ര സഹോദരന്മാരുണ്ട്? സഹോദരന്മാരില്ല എന്നെങ്ങനെ പറയാം? ഐ ഹാവ് നോ ബ്രദർ. എനിക്ക് സഹോദരന്മാരില്ല. 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 എനിക്ക് സഹോദരിമാരില്ല എന്നെങ്ങനെ പറയാം? ഐ ഹാവ് നോ സിസ്റ്റേഴ്സ്. എനിക്ക് സഹോദരിമാരില്ല. ഐ ഹാവ് നോ സിസ്റ്റേഴ്സ്. എനിക്ക് സഹോദരിമാരില്ല. സഹോദരന്മാരുണ്ടെന്ന് ഐ ഹാവ് 3 ബ്രദേഴ്സ്. എനിക്ക് 3 സഹോദരന്മാരുണ്ട്. ഐ ഹാവ് 3 ബ്രദേഴ്സ്. എനിക്ക് 3 സഹോദരന്മാരുണ്ട്. എനിക്ക് 2 സഹോദരിമാരുണ്ട് എന്നിങ്ങനെ പറയാം? ഐ ഹാവ് 2 സിസ്റ്റേഴ്സ്. എനിക്ക് 2 സഹോദരിമാരുണ്ട്. ഐ ഹാവ് 2 സിസ്റ്റേഴ്സ്. എനിക്ക് 2 സഹോദരിമാരുണ്ട്. നിങ്ങൾക്ക് എത്ര സഹോദരിമാരുണ്ട് എന്നിങ്ങനെ ചോദിക്കുക? ഹൗ മെനി സിസ്റ്റേഴ്സ് ഹാവ് യു? നിങ്ങൾക്ക് എത്ര സഹോദരിമാരുണ്ട്? ഹൗ മെനി സിസ്റ്റേഴ്സ് ഹാവ് യു? നിങ്ങൾക്ക് എത്ര സഹോദരിമാരുണ്ട്? പേരെന്താണെന്ന് എങ്ങനെ ചോദിക്കുക? വാട്ട് ആർ ദെയർ നെയിംസ്? അവരുടെ പേരെന്താണ്? 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 ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുക? ഇൻ വിച്ച് ക്ലാസ് ആർ യു? നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇൻ വിച്ച് ക്ലാസ് ആർ യു? നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇൻ വിച്ച് ക്ലാസ് ആർ യു? നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇൻ വിച്ച് ക്ലാസ് ആർ യു? നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? പഠിക്കുന്നതെന്ന് എങ്ങനെ പറയാം? ഐ ആം ഇൻ സ്റ്റാൻഡേർഡ് 10. ഞാൻ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഐ ആം ഇൻ സ്റ്റാൻഡേർഡ് 10. ഞാൻ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഐ ആം ഇൻ സ്റ്റാൻഡേർഡ് 10. ഞാൻ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഐ ആം ഇൻ സ്റ്റാൻഡേർഡ് 10. ഞാൻ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. നമ്മുടെ വീട്ടിൽ എത്ര റൂമുകളുണ്ട് എന്നെങ്ങനെ ചോദിക്കുക? ഹൗ മെനി റൂംസ് ആർ ദർ ഇൻ യുവർ ഹൗസ്? നിങ്ങളുടെ വീട്ടിൽ എത്ര മുറികളുണ്ട്? ഹൗ മെനി റൂംസ് ആർ ദർ ഇൻ യുവർ ഹൗസ്? നിങ്ങളുടെ വീട്ടിൽ എത്ര മുറികളുണ്ട്? ഹൗ മെനി റൂംസ് ആർ ദർ ഇൻ യുവർ ഹൗസ്? നിങ്ങളുടെ വീട്ടിൽ എത്ര മുറികളുണ്ട്? ഹൗ മെനി റൂംസ് ആർ ദർ ഇൻ യുവർ ഹൗസ്? നിങ്ങളുടെ വീട്ടിൽ എത്ര മുറികളുണ്ട്? വീട്ടിൽ 5 റൂമുകളുണ്ടെന്ന് എങ്ങനെയാണ്? ദർ ആർ 5 റൂംസ് ഇൻ മൈ ഹൗസ്. എൻ്റെ വീട്ടിൽ 5 മുറികളുണ്ട്. ദർ ആർ 5 റൂംസ് ഇൻ മൈ ഹൗസ്. എൻ്റെ വീട്ടിൽ 5 മുറികളുണ്ട്. ദർ ആർ 5 റൂംസ് ഇൻ മൈ ഹൗസ്. എൻ്റെ വീട്ടിൽ 5 റൂമുകളുണ്ട്. ദർ ആർ 5 റൂംസ് ഇൻ മൈ ഹൗസ്. എൻ്റെ വീട്ടിൽ 5 മുറികളുണ്ട്. ഇന്ന് വന്നത് എപ്പോഴാണെന്ന് ഞാൻ ചോദിക്കുക? വെൻ ഡിഡ് യു അറൈവ് ഇൻ ബാംഗ്ലൂർ? നിങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് എപ്പോഴാണ് വന്നത്? വെൻ ഡിഡ് യു അറൈവ് ഇൻ ബാംഗ്ലൂർ? നിങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് എപ്പോഴാണ് വന്നത്? വെൻ ഡിഡ് യു അറൈവ് ഇൻ ബാംഗ്ലൂർ? നിങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് എപ്പോഴാണ് വന്നത്? വെൻ ഡിഡ് യു അറൈവ് ഇൻ ബാംഗ്ലൂർ? നിങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വന്നത് എപ്പോഴാണ്? അറൈവ്ഡ് ഇൻ ബാംഗ്ലൂർ ഡേ ബിഫോർ യെസ്റ്റർഡേ. ഞാൻ മിനിഞ്ഞാന്ന് ബാംഗ്ലൂരിൽ നിന്ന് എത്തി. ഐ അറൈവ്ഡ് ഇൻ ബാംഗ്ലൂർ ഡേ ബിഫോർ യെസ്റ്റർഡേ. ഞാൻ മിനിഞ്ഞാന്ന് ബാംഗ്ലൂരിൽ നിന്ന് എത്തി. ഐ arrived in Bangalore
ഡേ ബിഫോർ യെസ്റ്റർഡേ, ഞാൻ മിനിഞ്ഞാന്ന് ബാംഗ്ലൂരിൽ നിന്ന് എത്തി. ഐ അറൈവ്ഡ് ഇൻ ബാംഗ്ലൂർ ദ ഡേ ബിഫോർ യെസ്റ്റർഡേ, ഞാൻ മിനിഞ്ഞാന്ന് ബാംഗ്ലൂരിൽ നിന്ന് എത്തി. വിശ്വസിക്കുന്നു നിൻ്റെ അച്ഛനും അമ്മയ്ക്കും സുഖമാണെന്ന് എങ്ങനെ പറയാ? ഐ ഹോപ്പ് യുവർ ഫാദർ ആൻഡ് മദർ ആർ ഡൂയിങ് വെൽ. നിൻ്റെ അമ്മയ്ക്കും അച്ഛനും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഐ ഹോപ്പ് യുവർ ഫാദർ ആൻഡ് മദർ ആർ ഡൂയിങ് വെൽ. നിൻ്റെ അച്ഛനും അമ്മയ്ക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഐ ഹോപ്പ് യുവർ ഫാദർ ആൻഡ് മദർ ആർ ഡൂയിങ് വെൽ. നിൻ്റെ അച്ഛനും അമ്മയ്ക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഐ ഹോപ്പ് യുവർ ഫാദർ ആൻഡ് മദർ ആർ ഡൂയിങ് വെൽ. നിൻ്റെ അച്ഛനും അമ്മയ്ക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അനുഗ്രഹം കൊണ്ട് അവർ സുഖമായിരിക്കുന്നു എന്നെങ്ങനെ പറയാം? ദേ ആർ ഫൈൻ ബൈ ഗോഡ് ഗ്രേസ്. ഈശ്വരാനുഗ്രഹം കൊണ്ട് അവർ സുഖമായിരിക്കുന്നു. ദേ ആർ ഫൈൻ ബൈ ഗോഡ് ഗ്രേസ്. ഈശ്വരാനുഗ്രഹം കൊണ്ട് അവർ സുഖമായിരിക്കുന്നു. ദേ ആർ ഫൈൻ ബൈ ഗോഡ്സ് ഗ്രേസ്. ഈശ്വരാനുഗ്രഹം കൊണ്ട് അവർ സുഖമായിരിക്കുന്നു. ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നെങ്ങനെ ചോദിക്കുക? വാട്ട് ഈസ് യുവർ ബ്രദർ ഡൂയിങ് നൗ. നിൻ്റെ സഹോദരൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? വാട്ട് ഈസ് യുവർ ബ്രദർ ഡൂയിങ് നൗ. ഇപ്പോൾ നിൻ്റെ സഹോദരൻ എന്ത് ചെയ്യുന്നു? വാട്ട് ഈസ് യുവർ ബ്രദർ ഡൂയിങ് നൗ. ഇപ്പോൾ നിൻ്റെ സഹോദരൻ എന്ത് ചെയ്യുന്നു? വാട്ട് ഈസ് യുവർ ബ്രദർ ഡൂയിങ് വെൽ. ഇപ്പോൾ നിൻ്റെ സഹോദരൻ എന്ത് ചെയ്യുന്നു? കോളേജ് പഠനം കഴിഞ്ഞോ എന്ന് ഇങ്ങനെ ചോദിക്കുക? ഹി ഹാസ് കംപ്ലീറ്റഡ് ഹിസ് കോളേജ് കോഴ്സ്. അവൻ്റെ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞു. ഹി ഹാസ് കംപ്ലീറ്റഡ് ഹിസ് കോളേജ് കോഴ്സ്. അവൻ്റെ കോളേജ് പഠനം കഴിഞ്ഞു. ഹി ഹാസ് കംപ്ലീറ്റഡ് ഹിസ് കോളേജ് കോഴ്സ്. അവൻ്റെ കോളേജ് പഠനം കഴിഞ്ഞു. ഹി ഹാസ് കംപ്ലീറ്റഡ് ഹിസ് കോളേജ് കോഴ്സ്. അവൻ്റെ കോളേജ് പഠനം കഴിഞ്ഞു. വിദ്യാഭ്യാസം കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം എന്താ പറയുക? യെസ്, ഹി ഹാസ് കംപ്ലീറ്റഡ് ഹിസ് കോളേജ് കോഴ്സ്. അദ്ദേഹത്തിൻ്റെ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞു. യെസ്, ഹി ഹാസ് കംപ്ലീറ്റഡ് ഹിസ് കോളേജ് കോഴ്സ്. അദ്ദേഹത്തിൻ്റെ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞു. യെസ്, ഹി ഹാസ് കംപ്ലീറ്റഡ് ഹിസ് കോളേജ് കോഴ്സ്. അവൻ്റെ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞു. അയാൾ ഇൻകം ടാക്സ് ഓഫീസിൽ ഒരു ഓഫീസറായി വർക്ക് ചെയ്യുന്നു എന്നെങ്ങനെ പറയാം? ഹീ ഈസ് നൗ ആൻ ഓഫീസർ ഇൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. അദ്ദേഹം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഓഫീസറായി വർക്ക് ചെയ്യുന്നു. ഹീ ഈസ് ആൻ ഓഫീസർ ഇൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. അദ്ദേഹം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഓഫീസറായി വർക്ക് ചെയ്യുന്നു. യെസ്, ഹി ഈസ് ആൻ ഓഫീസർ ഇൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. അദ്ദേഹം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഓഫീസറായി വർക്ക് ചെയ്യുന്നു. യെസ്, ഹി ഈസ് ആൻ ഓഫീസർ ഇൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. അദ്ദേഹം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഓഫീസറായി വർക്ക് ചെയ്യുന്നു. അന്വേഷണം അറിയിക്കൂ എന്നെങ്ങനെ പറയാം? കൈൻഡ്ലി കൺവേ മൈ റിഗാർഡ്സ്. എൻ്റെ അന്വേഷണം അറിയിക്കുക. കൈൻഡ്ലി കൺവേ മൈ റിഗാർഡ്സ്. എൻ്റെ അന്വേഷണം അറിയിക്കുക. കൈൻഡ്ലി കൺവേ മൈ റിഗാർഡ്സ്. എൻ്റെ അന്വേഷണം അറിയിക്കുക. സ്വദേശം ഏതാണെന്ന് ഇങ്ങനെ ചോദിക്കുക? വിച്ച് ഈസ് യുവർ നാറ്റീവ് പ്ലേസ്. നിങ്ങളുടെ സ്വദേശം ഏതാണ്? 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 മലപ്പുറമാണെന്ന് എങ്ങനെ പറയാം? മൈ നാറ്റീവ് പ്ലേസ് ഈസ് മലപ്പുറം. എൻ്റെ സ്വദേശം മലപ്പുറമാണ്. മൈ നാറ്റീവ് പ്ലേസ് ഈസ് മലപ്പുറം. എൻ്റെ സ്വദേശം മലപ്പുറമാണ്. മൈ നാറ്റീവ് പ്ലേസ് ഈസ് മലപ്പുറം. എൻ്റെ സ്വദേശം മലപ്പുറമാണ് എന്ന് പറയുന്ന പോലെ പറയുകയാണ്. ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി എപ്പിസോഡ് കാണുക, അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.